ഇന്നായിരുന്നു ആ കല്യാണം. കേൾക്കുമ്പോൾ തോന്നും എനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. പക്ഷേ അല്ല, എൻ്റെയാണ് ആ കല്യാണം. പ്രണയത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും വീണ് നടുവൊടിഞ്ഞതിൻ്റെ ആഘാതം മാറും മുൻപേ, തേപ്പിൻ്റെ വിഷാദവും വിരഹവും വിശദമായി അനുഭവിച്ചു തീരും മുൻപ് നടന്ന കല്യാണം. ചെക്കൻ്റെ പേര് വസുദേവ്, എൻ്റെ പേര് വാസുകി. കല്യാണത്തിന് മുൻപേ കാണാൻ പറ്റിയില്ല. ഏതെങ്കിലും ഒരുത്തനെ കെട്ടാൻ ഞാൻ തയ്യാറായി നിന്നതുപോലെ അദ്ദേഹവും തയ്യാറായി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആഘോഷമായി കല്യാണം നടന്നു. അച്ഛൻ കൈപിടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ തൊട്ടതല്ലാതെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ഇതുവരെയും അയാൾ. ഇതെന്ത് പാട്? ഇതാണോ കല്യാണം? ഇന്നലെ കൂടി ഫേസ്ബുക്കിൽ കണ്ടതേയുള്ളൂ. താലി കെട്ടുമ്പോൾ കവിളിൽ കിസ്സടിക്കുന്ന കിടിലൻ ചെക്കനെ. നമ്മുടെ ചെക്കനും കിടിലനൊക്കെ തന്നെ. പക്ഷേ ഉമ്മ വയ്ക്കാത്തത് ചെറിയൊരു പോരായികയാണ്. ആ, എന്തോ ആവട്ടെ. എന്തായാലും കെട്ടുകഴിഞ്ഞു. ആത്മകഥം നടത്തി ഞാൻ ആശ്വാസം കണ്ടെത്തി. അപ്പോൾ അതാ വരുന്നു ഫോട്ടോഗ്രാഫർ. വസുദേവിൻ്റെ മുഖത്ത് കുത്താൻ പോത്തുവരുന്ന ഭാവം. എൻ്റെ മുഖത്താണെങ്കിലോ ഇങ്ങനെയെങ്കിലും കുറച്ച് ടച്ചിങ്സ് ഉണ്ടാകുമല്ലോ എന്ന ആശ്വാസം. എങ്ങനെ ഞാൻ ഇത് പറയാതെ ഇരിക്കും? അനിയന്മാരുടെ ഫ്രണ്ട്സും അവരുടെ ലപ്പർമാരും ഒക്കെ കൂടി എൻ്റെ കല്യാണം കളറാക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ. സെൽഫികളുടെ താണ്ഡവമായിരുന്നു പുലർച്ചെ മുതൽ. പക്ഷേ കെട്ടിയോൻ്റെ കൂടെ ഒരു സെൽഫി പോലുമില്ല. ഫോട്ടോഗ്രാഫർ ഓരോ പോസ് പറഞ്ഞു കൊടുത്തു. അധികം തൊടാതെയുള്ള പോസുകൾ മാത്രമേ മണവാളൻ അംഗീകരിച്ചുള്ളൂ. ചിരിച്ചുകൊണ്ട് എന്നെ കളിയാക്കി അശ്ലീല തമാശകൾ പറഞ്ഞ കൂട്ടുകാരികളെ നോക്കി ഞാൻ പുളകം കൊള്ളും പോലെയും നാണം തോന്നിയതുപോലെയുമൊക്കെ അഭിനയിച്ചു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവറ്റകളെയൊന്നും കല്യാണത്തിന് വിളിക്കേണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. വസുദേവ് എന്ന കോമളനായ യുവാവിനെ കെട്ടുകഴിഞ്ഞ ഉടൻ തന്നെ വാസു എന്ന ഇരട്ടപ്പേരിട്ട് മനസ്സിൽ വിളിച്ച് ഞാൻ നിർവൃതി കൊണ്ടു. അങ്ങനെ വിളിച്ചതും കെട്ടിപ്പിടിച്ചതും പിറന്ന വീട്ടിൽ നിന്നും യാത്രയായി. വണ്ടിക്കുള്ളിൽ വെച്ച് കണ്ണു തുടച്ച് എൻ്റെ മുഖത്തേക്ക് മണവാളൻ കുറേ നേരം നോക്കിയിരുന്നപ്പോൾ ഞാൻ നാണം കൊണ്ട് പൂത്തുലഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, ഐഷാഡോ പടരും, വെറുതെ കരയണ്ട. അതൊരു തുടക്കമായിരുന്നു. വസുദേവ് എന്ന വാസുവിൻ്റെയും വാസുകിയുടെയും യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തുടക്കം.